ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വിഷുവിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ പോയി റെഡി ആയിട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും സമയം 7 മണി ആയിട്ട് നമ്മൾ ടൗണിൽ എത്തുമ്പോൾ തന്നെ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ചമ്മയ്ക്കുള്ളത് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ അച്ചമ്മയ്ക്ക് സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇങ്ങനത്തെ കസവിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അച്ചമ്മയ്ക്കൊരു സെറ്റ് മുണ്ട്, അച്ഛനൊരു ഷർട്ട് പീസ്, ഏട്ടന് ഡബിൾ മുണ്ട്, കുഞ്ഞൂനുമുണ്ട്, കണി വയ്ക്കാനുള്ള കോടിമുണ്ട്, പിന്നെ മഞ്ഞപ്പട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. അച്ചമ്മയ്ക്കൊരു വയലറ്റ് കളറിലുള്ള സെറ്റ് മുണ്ടാട്ടോ എടുത്തത്. പിന്നെ ഞാൻ എല്ലാ വർഷവും ഓണവും വിഷു അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റ് മുണ്ടാണ് എടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം മാറ്റി പിടിക്കുന്നുണ്ട്. അളമാരെ നിറച്ചും ഈ അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം സെറ്റ് മുണ്ട് എടുക്കുന്നില്ല, അച്ചമ്മയ്ക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ ആയിട്ട് ബില്ലൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുഞ്ഞു കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും കുഞ്ഞിനെ കൂട്ടി ഷോപ്പിങ്ങിന് പോകാമെന്നുള്ളത് ടാസ്ക്കാണ്. പക്ഷേ അവനെ കൂട്ടാതെ പോകാൻ നമുക്ക് തോന്നില്ല. അതുകൊണ്ട് അവനെ കൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ചെറിയ കുട്ടിയമ്മ സ്ഥിരമായിട്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ട് കാലം വേഗം പൊട്ടിക്കും. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഒരു ബട്ടറാണ് നമ്മൾ കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എസ്എമ്മിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഓണം വിഷു ഒരുമിച്ചായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അവിടെ എല്ലാവരും ഇങ്ങനെ കൈ കൊട്ടിയിട്ടല്ല നമ്മളെ ഷോപ്പിലോട്ട് കയറ്റുക. അത് കണ്ടിട്ട് കുഞ്ഞു ഇങ്ങനെ കൈ കൊട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാനൊരു ബാഗ് നോക്കുന്നുണ്ട്, പിന്നെ ചെരുപ്പ് നോക്കുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങുന്നൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന, അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നത്, ഏട്ടനെടുക്കുന്ന, അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം നല്ല തിരക്കാട്ടാവുള്ളൂ. അപ്പോൾ ഓരോ ഷോപ്പിലും അത്രയും ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം നമ്മളിത് സെലക്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കണം, ചൂടൊക്കെ കൂടെ ആയിട്ട് എനിക്ക് വീഡിയോയും കൂടി എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മാത്രമല്ല ഞാൻ ഒരു കളർ മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോകും. അപ്പോൾ ആ കളർക്ക് 3 പേര് ഒപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും കിട്ടാൻ വേണ്ടി ഒരുപാട് ഷോപ്പിൽ കയറണം. അപ്പോൾ ആ കയറുന്ന ഷോപ്പ് മൊത്തം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഷോപ്പ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമുള്ള കാര്യം കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യല്ല. ആദ്യം മനസ്സിലൊരു സാധനം കണ്ടുവച്ചിട്ട് പോകുന്നതുകൊണ്ട് അത് കിട്ടുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കാണ്. പിന്നെ കുഞ്ഞുൻ്റെത് ശരിക്കും എനിക്ക് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. എനിക്ക് കുഞ്ഞുൻ്റെ ഡ്രസ്സ് എടുക്കുന്നത്. പക്ഷേ മക്കളെ ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കുഞ്ഞിന് ഡ്രസ്സ്, ഷൂ, അങ്ങനെ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുൻ്റെതും അതുപോലെ തന്നെ ഒരു ഷോപ്പ്, നമ്മൾ സ്ഥിരമായിട്ടൊരു ഷോപ്പിൽ നിന്നല്ല ഡ്രസ്സ് എടുക്കുക. ഓരോരോ ഡ്രസ്സ് എല്ലാ ഷോപ്പിലും കയറുക. അതിൽ എനിക്ക് വേണ്ട കളറ് സാധനങ്ങൾ നോക്കിയിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയം ഒരു 11:30 അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞു തന്നെ അച്ചമ്മയ്ക്കുള്ളതും അച്ചച്ചനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ 11:30 ആയതുകൊണ്ട് അപ്പോഴത്തേക്ക് അച്ചമ്മ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉറക്കത്തിൽ നമ്മൾ വിളിച്ചെണീപ്പിച്ച് അച്ചമ്മയ്ക്കുള്ളതും അച്ചമ്മൻ്റെ കൊടുക്കുന്നുണ്ട്. പിന്നെ അബിൻ്റെ ഡ്രസ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. അബിൻ്റെ ബർത്ത്ഡേ ആണ് 8-ാം തീയതി. അപ്പം അന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് അബിക്കുള്ളത് കൊടുക്കുന്നില്ല. അബിൻ്റെ പിന്നെ ഓൺലൈനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ പൈസ കൊടുത്തു. പിന്നെ അമ്മയ്ക്കും പൊന്നൂനും എടുത്തിട്ടുണ്ട്. അതിപ്പം പിറ്റേ ദിവസം വീട്ടിലെങ്ങാനും പോകുമ്പോൾ കൊടുക്കാം. വീട്ടിലെല്ലാം അമ്മൻ്റെ ഷോപ്പിലായിരിക്കും ഞാൻ കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഷോപ്പിങ്ങിന് വിശേഷം. അപ്പം വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.